നമസ്കാരം. സ്കൂൾ വാണിയിലേക്ക് സ്വാഗതം. കൊടുമുടി സ്കൂളിൽ ആവേശകരമായ പാർലമെന്റ് തിരഞ്ഞെടുപ്പ്. മുഹമ്മദ് റബീഹ് സ്കൂൾ ലീഡർ. ജനാധിപത്യ മൂല്യങ്ങൾ വരും തലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ കൊടുമുടി പി. സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആവേശകരമായി പര്യവസിച്ചു. ജൂലൈ 4 വെള്ളിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റബീഹ് സ്കൂൾ ലീഡറായും ആസിം ഡെപ്യൂട്ടി ലീഡറായും ഫാത്തിമ ഷൈമ ബാലസഭ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂളിലെ 4ാം ക്ലാസ്സിൽ നിന്നുള്ള 7 വിദ്യാർത്ഥികളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗോദയിൽ ഏറ്റുമുട്ടിയത്. ഫാത്തിമ മർവ, ഫാത്തിമ സന, ഫാത്തിമ ഷെയ്മസലാം, റബീഹ്, ആസിം, ദർശൻ എന്നിവർ കടുത്ത മത്സരമാണ് കാഴ്ചവെച്ചത്. ജനാധിപത്യ പ്രക്രിയയുടെ എല്ലാ ഘട്ടങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ. സ്ഥാനാർത്ഥി നിർണയം മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വരെ യഥാർത്ഥ തിരഞ്ഞെടുപ്പിന്റെ പ്രതീതി ഉളവാക്കുന്ന തരത്തിലായിരുന്നു. രാവിലെ 11 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് 1-5 വരെ നീണ്ടുനിന്നു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തി. സുതാര്യവും നീതിയുക്തവുമായാണ് വോട്ടെടുപ്പ് നടന്നതെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തി. വോട്ടെടുപ്പ് പൂർത്തിയായ ഉടൻ തന്നെ വോട്ടെണ്ണലും നടന്നു. വലിയ ഭൂരിപക്ഷത്തോടെയാണ് മുഹമ്മദ് റബീഹ് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആസിം ഡെപ്യൂട്ടി ലീഡറായും ബാലസഭയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഫാത്തിമ ഷൈമ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്കൂൾ ഗ്രൗണ്ടിൽ വിജയികൾക്ക് ആവേശകരമായ വിജയാഘോഷ പ്രകടനവും നടന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ പങ്കെടുത്ത പ്രകടനം കൊടുമുടി സ്കൂളിൽ ഉത്സവച്ഛായ പകർന്നു. അധ്യാപകനായ സുൽഫി മാസ്റ്റർ വിജയികളെ അഭിനന്ദിക്കുകയും അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. വിജയിച്ച വിദ്യാർത്ഥികൾ തങ്ങളെ പിന്തുണച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തി. ഈ തിരഞ്ഞെടുപ്പ് കുട്ടികളിൽ ജനാധിപത്യപരമായ കാഴ്ചപ്പാടുകളും പൗരബോധവും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ അഭിപ്രായപ്പെട്ടു. അടുത്ത വാർത്തയുമായി വീണ്ടും കാണാം. വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.